നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ജീവിതശൈലി രോഗമാണ് ബി എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം. ബ്ലഡ് പ്രഷർ എന്നാൽ നമ്മളുടെ ഹൃദയം രക്തത്തിനെ പല കോശങ്ങളിലേക്കും പമ്പ് ചെയ്യുമ്പോൾ രക്തധമനികളിൽ അനുഭവപ്പെടുന്ന ഒരു മർദ്ദത്തിനെയാണ് ബി എന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് 120/80 എന്നുള്ളതാണ്. ഇതിൽ 120 എന്നുള്ളത് സിസ്റ്റോളിക് വാല്യൂ ആണ്, അതായത് ഹൃദയം ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ. 80 എന്നുള്ളത് ഡയസ്റ്റോളിക് വാല്യൂ ആണ്, ഹൃദയം വികസിക്കുമ്പോൾ, അതായത് ഹൃദയം റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷറിന്റെ ആ ഒരു ഐഡിയൽ വാല്യൂസിന് മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ അത് ഉയർന്നു വരുമ്പോഴാണ് അതിനെ നമ്മൾ ബി ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ രക്താതിസമ്മർദ്ദം എന്നൊക്കെ പറയുന്നത്. അപ്പം ബി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ആണ്, പക്ഷെ ബി പേഷ്യന്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും. അപ്പം ചെറുതും വലുതുമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബി പലപ്പോഴും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളൊരു ദിവസം ഉറക്കളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം. പിറ്റേ ദിവസം നോക്കിക്കഴിയുമ്പോൾ നമ്മളുടെ ബി ഉയർന്നായിരിക്കും ഉണ്ടാവുക. അമിതമായിട്ട് സ്ട്രെസ്, ആൻസൈറ്റി, മാനസിക പിരിമുറുക്കം, ഉത്കണ്ഠ ഇതൊക്കെ ഉണ്ടായാലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ നമ്മളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് പ്രഷറിന് വേരിയേഷൻസ് വരാം. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് ബ്ലഡ് പ്രഷറിലൊരു വ്യത്യാസം വരാം. പിന്നെ ആൽക്കഹോളിസം, അതുപോലെ തന്നെ സ്മോക്കിംഗ്, ഇതൊക്കെ ഈ ഒരു ബി വാല്യൂസിന് വേരിയേഷൻസ് വരുത്തുന്ന സാഹചര്യങ്ങളാണ്. ഇതുകൂടാതെ നമ്മൾ കുറച്ചു ദൂരം ഓടിക്കരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പെട്ടെന്ന് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് പേഷ്യന്റിനെ റിലാക്സ് ചെയ്യിപ്പിച്ചിട്ടായിരിക്കും പലപ്പോഴും ഈ ഒരു വാല്യൂ കണക്കാക്കുന്നത്, ബി അവരുടെ ചെക്ക് ചെയ്യുന്നത്. ഇതുകൂടാതെ പലതരത്തിലുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു ബി ഉയർന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തൈറോയിഡ് കംപ്ലയിൻസ്, അതുപോലെ തന്നെ പ്രമേഹ രോഗങ്ങൾ, കൊളസ്ട്രോള്, ഹൃദ്രോഗം, കിഡ്നി കംപ്ലയിൻസ്, ഇതൊക്കെ ഉള്ളവർക്കും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒബേസിറ്റി, പൊണ്ണത്തടി, അതുപോലെ തന്നെ നമ്മളുടെ ഒരു BMIക്ക് അനുസരിച്ച് നമ്മളുടെ ഹൈറ്റ്, BMI പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു ബി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ബി ഉയർന്നു നിന്നാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിനെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവന്നില്ല, വളരെ കാലങ്ങളായിട്ട് ബി ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡാമേജസ് ശരീരത്തിന് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മേജർ ആയിട്ടുള്ള ഓർഗൻസിലേക്കൊക്കെ പ്രോപ്പറായിട്ട് രക്തം സർക്കുലേറ്റ് ചെയ്ത് എത്താതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഓർഗൻ ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കിഡ്നി ഫെയിലിയർ, അതുപോലെ തന്നെ ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കംപ്ലയിൻസ്, സ്ട്രോക്ക്, ഇതെല്ലാം ഈ ഒരു ബി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന രോഗങ്ങളാണ്. അതോടൊപ്പം ഉറക്കക്കുറവ് വരാം, അനീമിയ ഉണ്ടാവാം. ഇതെല്ലാം ഈ ഒരു ബി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗലക്ഷണങ്ങളും രോഗങ്ങളും ഒക്കെയാണ്. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ബി ഉയർന്നാൽ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ശരിക്കും ഈ ഒരു ബി ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് ഒത്തിരി ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു നിശബ്ദ കൊലയാളി എന്ന് പറയുന്നത്. ഇപ്പൊ ബി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകളിൽ തലകറക്കം ഉണ്ടാവാം, കടുത്ത തലവേദന വരാം, കടുത്ത ക്ഷീണം, പിന്നെ ചുണ്ടിന് മരവിപ്പ് അല്ലെങ്കിൽ ചുണ്ടിന് വിറയില്, പേശികൾക്ക് വേദന വരാം, പിന്നെ കാലിന് കൈക്കൊക്കെ വിറയൽ വരാം, ബോധക്ഷയം ഉണ്ടാകാം, തലയ്ക്കൊരു മന്ദത അനുഭവപ്പെടാം, കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്, ഓർമ്മക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ പൊതുവെ കാണപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ബി ഒരു ട്രീറ്റ്മെന്റ്? ബി ട്രീറ്റ്മെന്റ് എടുക്കണോ, അതോ ബി പ്രശ്നങ്ങൾ നമുക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബി നമുക്ക് വെറുതെ വിടാവോ, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാതെ അത് ഫുഡിൽ മാത്രം മാനേജ് ചെയ്താൽ മതിയാകുമോ എന്നൊക്കെ ഉള്ളത് പൊതുവായിട്ടുള്ള ഒരു സംശയമാണ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മളുടെ ബി കാലങ്ങളായിട്ട് ഉയർന്നു തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു കരുതൽ കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നോർമൽ ആയിട്ട് നമ്മളിപ്പം പെട്ടെന്ന് റാൻഡം ആയിട്ടൊരു ബി ചെക്ക് ചെയ്തപ്പോൾ അയാളുടെ
വാല്യൂ നമുക്ക് 130, 90 കിട്ടിയത്. അയാൾക്ക് വേറെ രോഗങ്ങളൊന്നുമില്ല. അയാളുടെ പ്രായം ഏകദേശം 30, 35 അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ വരുന്ന ഒരു രീതിയിലാണുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പിറ്റേ ദിവസം തൊട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറയില്ല. അവർക്ക് അവരുടെ ജീവിതശൈലിയിൽ ഭക്ഷണത്തിലൊക്കെ ചെറിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും. അടുത്ത ആഴ്ച ഒന്നുകൂടി വന്ന് BP ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പോഴും അവരുടെ BP-യുടെ നിലയിൽ മാറ്റങ്ങളൊന്നുമില്ല, ഒരു മാസമായിട്ടും ഇതിൽ യാതൊരു മാറ്റങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഡയറ്റിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടൊന്നും നമുക്ക് ഈ ഒരു BP കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ പ്രായം ചെന്ന ആളുകളിൽ, അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളുള്ളവരിൽ, പ്രമേഹം, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, കിഡ്നി കംപ്ലൈൻസ് ഒക്കെ ഉള്ളവരിൽ BP ഉയർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് യാതൊരു തരത്തിലും നമ്മൾ വെറുതെ പോട്ടെ എന്നുള്ള രീതിയിൽ വിട്ട് കളയാൻ പാടില്ല. പ്രോപ്പർ ആയിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ ചെയ്യണം. അപ്പൊ ഹോമിയോപ്പതിയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക മരുന്ന്, BPക്ക് ഒരു പ്രത്യേക മരുന്ന് എന്നുള്ള രീതിയിലല്ല ഒരിക്കലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ആ ഒരു പേഷ്യന്റിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് ഇൻഡിവിജ്വലൈസേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ BP മാത്രമല്ല, അയാൾക്ക് ഫിസിക്കലിയും മെന്റലിയും എല്ലാം ഒരു വെൽബീയിങ് കൊടുക്കാനായിട്ട് ഹോമിയോപ്പതി മെഡിസിനുകൾ കൊണ്ട് സാധ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു വെൽബീയിങ് കൊടുക്കാനായിട്ട് നമുക്ക് ഹോമിയോപ്പതിയിലൂടെ സാധ്യമാണ്. പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ നമ്മളുടെ വരാതിരിക്കാനും ഒക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പോലെ ഉപ്പ് അധികമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഹൈപ്പർ ടെൻഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പപ്പടം, അച്ചാറ്, ഉണക്കമീൻ പോലെയുള്ള ഭക്ഷണങ്ങളൊന്നും തീരെ കഴിക്കാതെ ഇരിക്കുക. പിന്നെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കടല, മിച്ചർ, ഇങ്ങനത്തെ വറുത്ത പൊരിച്ച സാധനങ്ങളിലൊക്കെ ധാരാളം ഉപ്പ് അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതെല്ലാം കഴിവതും ഒഴിവാക്കുക. വീട്ടിലാണെന്നുണ്ടെങ്കിലും അധിക സാധനങ്ങൾ വറുത്ത് പൊരിച്ച് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അമിത മധുരമുള്ള മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. പിന്നെ അന്നജം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ചോറ്, കപ്പ, ഗോതമ്പ്, ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്നൊന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു കൺസംഷൻ കുറയ്ക്കുക. പിന്നെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക, ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്തുക, ധാരാളം പഴങ്ങൾ ഉൾപ്പെടുത്തുക. പിന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഡയറ്റ് അതിനും കൂടി പാരലലായിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കാം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ധാരാളം ചെറു മത്സ്യങ്ങൾ, അതുപോലെ തന്നെ നട്ട്സുകൾ ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതിലൊക്കെ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, നമ്മൾ ഉറക്കം പ്രോപ്പർ ആക്കുക. ഡെയിലി ഒരു 8 തൊട്ട് അല്ലെങ്കിൽ 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു സൗണ്ട് സ്ലീപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മൊബൈൽ ഫോൺ, TV പോലെയുള്ള സാധനങ്ങളുടെ ഒക്കെ ഉപയോഗമൊക്കെ ഒന്ന് കുറയ്ക്കുക. പിന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു അരമണിക്കൂർ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഒരു സമയത്ത് ഓപ്പൺ എയറിൽ നടന്നാൽ മതിയാവും, അത് തന്നെ ധാരാളം. പിന്നെ ഡെയിലി ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് നമുക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹോബീസ് ആയിരിക്കുമല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും വേണ്ട രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ BP ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ BP-യിൽ വ്യത്യാസം വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഏറി വരുന്നു ഒക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ വിവരം അറിയിക്കാൻ ഒട്ടും മടിക്കരുത്.